ഹലോ, ഇന്ന് എൻ്റെ പിറന്നാളാണ്. നാളെ കാർത്തിക. അപ്പോൾ വൈകുന്നേരം അമ്പലത്തിൽ പോകാം, എറണാകുളത്തപ്പൻ്റെ അമ്പലത്തിൽ പോകാമെന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ എപ്പോഴും പോകുന്ന പോലെ അമൃതശക്തിയിൽ പോകുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, സ്ഥിരം പറഞ്ഞ. അപ്പം ഇപ്രാവശ്യം അമൃതശക്തിയിൽ വാട്ടർ ബോട്ടിൽ ടിഫിൻ ബോക്സുമാണ് കൊണ്ടുപോകുന്നത്. വാട്ടർ ബോട്ടിൽ ഞാൻ കുട്ടികൾ ഇപ്രാവശ്യം കൂടിയിട്ടുണ്ട്. 10 പേര് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒരു 4 പേരും കൂടെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്തിയിട്ടില്ല, വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ 14 വാട്ടർ ബോട്ടിൽ 14 ടിഫിൻ ബോക്സും ഉണ്ട്. എല്ലാം പൊട്ടിച്ച് ഇന്നലെയും ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഡെലിവറി ബെല്ലടിച്ചു. അപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് വരിക. ഞാനിങ്ങനെ വാട്ടർ ബോട്ടിൽസ് ഒക്കെ ഇങ്ങനെ എടുത്ത് പൊട്ടിച്ച് ആ ബോക്സ് ഉൾപ്പെടെ കൊണ്ടുപോകണമെങ്കിൽ, ഇങ്ങനത്തേക്ക് ബോക്സ് കൊണ്ടുപോകണമെങ്കിൽ ഭയങ്കര വലുപ്പമായിരിക്കും. അപ്പോൾ ആ ബോക്സ് മാറ്റി കവറുണ്ട്, ഇതാ ഇങ്ങനത്തെ കവറുണ്ട്. അപ്പം ഈ കവർ മതിയല്ലോ, ഇതിങ്ങനെ ഈ പാക്കറ്റിലാക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് വലിയ പിള്ളേരായതുകൊണ്ട് ഞാൻ കുഞ്ഞു പിള്ളേരുടെ അധികം മേടിച്ചില്ല. ഇങ്ങനത്തെ സ്റ്റീൽ വാട്ടർ ബോട്ടിൽ, അല്ലെങ്കിൽ അതാണ്ട് ഇങ്ങനത്തെ ഇത് അങ്ങനത്തെ നല്ല വാട്ടർ ബോട്ടിൽ. ഞാൻ കുറേ പേരുടെ പിള്ളേരൊക്കെ അവിടെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ. ഇത് നല്ലൊരു സംഭവമാണ്. ഈ വാട്ടർ ബോട്ടിൽ നല്ലതാ, ഇതെല്ലാം നല്ലതാ. ഇത് പല ടൈപ്പിലെ 4-5 വെച്ചിട്ട്. ഈ സ്റ്റീല് നല്ലതാ, ഇത് നല്ലതാ. എല്ലാത്തിനും ലിങ്ക് ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കാവേ. അയ്യോ, പൂവായിരുന്നു. പുള്ളിയുടെ കാണിക്കാനും പറ്റത്തില്ല. പുള്ളിയുടെ ഇവിടെ ഉടുപ്പൊന്നുമില്ല, അത് ടവൽ ഇട്ടിരിക്കുക. താങ്ക് യു. അയ്യോ, ഞാൻ പൂ ഇട്ടൊന്നും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു. എനിക്ക് ഫ്ലവർ കിട്ടി. താങ്ക് യു, വെൽക്കം. താങ്ക് യു. ഫ്ലവർ ഒക്കെ കിട്ടിയല്ലോ. ബെല്ലടിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഡെലിവറി ആയിരിക്കുമെന്ന്. പിന്നെ ഞാൻ വേറെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാന്ന് വിചാരിച്ചു. താങ്ക് യു. ഇത് എവിടെ നിന്ന് ഓർഡർ ചെയ്തു? ഇവിടത്തെ കടയിൽ നിന്ന്? അവരെങ്ങനെ ഡെലിവറി ചെയ്ത്? ജിനി വഴിയോ? ഓർഡറോ? എപ്പോ ഓർഡർ ചെയ്തു? ടിഫിൻ ബോക്സും ഇതേപോലെ എല്ലാം ഇങ്ങനെ ബോക്സിലാ. അപ്പൊ ഈ ബോക്സ് അങ്ങ് മാറ്റുന്നതായിരിക്കും കൊണ്ടുപോകാൻ എളുപ്പം അല്ലേ? മാറ്റാം. ഇത് നല്ലൊരു ടിഫിൻ ബോക്സിന്റെ സെറ്റാണ്. ഇതാ ഇങ്ങനൊരു പാക്കായിട്ട് ഒരു പൗച്ച് ഉൾപ്പെടെ ഉണ്ട്. ഇത് ഞാൻ ടിഫിൻ ബോക്സ് 2 ടൈപ്പാണ് മേടിച്ചത്. 2 ടൈപ്പും എനിക്ക് തോന്നുന്നു 7 അങ്ങനെയാണ് തോന്നി ഞാൻ എടുത്തേക്കുന്നത്. ഇതിനകത്ത് സ്റ്റീലാണ് കേട്ടോ. ഇത് സ്റ്റീലിന്റെ 2 സെറ്റാണ് കേട്ടോ. ഇതാണ് പടം. അടുത്ത 7 അതാ ഇങ്ങനത്തെ ഒരു ടിഫിൻ ബോക്സ്. മുകളില് ഇങ്ങനെ ഒരു ലെയറില് സ്പൂണും ഫോർക്കും വെക്കാനായിട്ട് നല്ലൊരു ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി ഗ്രേഡ് ആയിട്ടുള്ള ലൈഫ് ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെയാണ്. ടിഫിന് ഞാൻ ഈ ഇതിനകത്ത് തന്നെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അപ്പൊ പുതിയതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. ഇത് വലിയ സ്ഥലമൊന്നും ലാഭിക്കാനില്ല, ആ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പൊ ഏതായാലും തുറക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് അതിൽ നിന്ന് തുറക്കുന്നല്ലേ, ബോക്സിൽ നിന്നല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ കൊണ്ടുപോകാന്ന് വെച്ചു. ചില സർപ്രൈസുകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് അടിത്തട്ടിലോട്ട് കയറി ഒരു ചെറിയ തണുപ്പ് തരും. അങ്ങനെയുള്ള ഒരു പാട് നിങ്ങൾ ഇനിയും കാണാൻ പോകുന്നത്. ഞങ്ങൾ എറണാകുളത്തപ്പൻ്റെ അമ്പലത്തിൽ നേരെ പോയത് അമൃതശക്തിയിലോട്ടാണ്. ഞാനും മുരളിയേട്ടനും നന്ദുവും മാത്രം ഉണ്ടായിരുന്ന ഒരു ലോകത്തിൽ നിന്ന് ഇപ്പം എൻ്റെ ലോകം ഒരുപാട് വലുതായി. നന്ദു ഞാനുമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പം ഈ കുഞ്ഞുങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത് തന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൻ്റെ ആ ഒരു സന്തോഷം, അത് എക്സൈറ്റ്മെൻ്റ് ആയിട്ടല്ല ശരിക്കും പുറത്ത് വന്നത്. അത് എങ്ങനെയാണത് എനിക്കറിയില്ല. അത് വല്ലാത്തൊരു മനസ്സിൽ നിന്നുള്ളൊരു സന്തോഷമായിട്ടായിരുന്നു പുറത്ത് വന്നത്. സാധാരണ ഞാൻ എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ പ്രകടിപ്പിക്കാനാണ് പതിവ്. ഇതങ്ങനെയല്ല, വേറൊരു രീതിയിലുള്ള നമ്മൾ എപ്പോഴൊക്കെ കിട്ടില്ല എന്നറിയാവുന്നൊരു സന്തോഷങ്ങൾ കിട്ടിയപ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമായിട്ട് എൻ്റെ മൈൻഡിൽ നിന്ന് അത് വന്നത്.
ആ കുഞ്ഞുങ്ങൾക്ക് 1000 നന്ദി. അത് അവർക്ക് ചെയ്തു കൊടുത്ത അവരുടെ ആൻറ്റിമാർക്ക് ശാലിനിക്കും ഷീനയ്ക്കും ഒക്കെ 1000 നന്ദി ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ അമൃതശക്തിയുടെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഞാനത് ഷോർട്സ് ആയിട്ട് ഇടാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ വിചാരിച്ചു അല്ല, ഇത് കുറച്ച് ലോങ് ആയിപ്പോയി, ഈ വീഡിയോ ഫുള്ളായിട്ട് എനിക്ക് കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഷോർട്ട് ഫോർമാറ്റിലായി പോയത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ മനസ്സിലെ വികാരങ്ങളൊക്കെ ഞാൻ പ്രകടിപ്പിച്ചു. എനിക്ക് ഇത്രയൊക്കെ പറയാനായിട്ടുള്ളൂ. അപ്പം ഞാൻ ഇവരുടെ ഡീറ്റെയിൽസും അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ താഴെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. കേക്ക് കട്ട് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് ഞാൻ പിന്നെ ടിഫിനും വാട്ടർ ബോട്ടിലും ഒക്കെ അവർക്ക് കൊടുത്ത് കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഞാൻ ഇനിയും പറഞ്ഞിട്ടുണ്ട് നന്ദുവിൻ്റെ ബർത്ത്ഡേക്ക് വരുമ്പോൾ എന്നെ ഡാൻസൊക്കെ കളിച്ച് കാണിക്കണം. അവർക്ക് വീഡിയോ എടുക്കുകയാണെങ്കിൽ വലിയ സന്തോഷമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കും, ഡാൻസ് കളിച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി 26-ന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. വലിയൊരു താങ്ക് യു കേട്ടോ. അത് വലിയൊരു സർപ്രൈസ് ആയിപ്പോയി.